ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രീഡം വേൾഡ്. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലെ നെല്ലറ എന്നറിയപ്പെടുന്ന പാലക്കാട് ജില്ലയെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കേരളത്തെയും തമിഴ്നാടിനെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പശ്ചിമഘട്ടത്തിലെ വിടവായ പാലക്കാട് ചുരത്തിനടുത്താണ് പാലക്കാട് പട്ടണത്തിന്റെ സ്ഥാനം. ഭാരതപ്പുഴയുടെ കൈവഴികളായ കണ്ണാടിപ്പുഴയും കൽപ്പാത്തിപ്പുഴയും പാലക്കാടിന്റെ ഇരുവശത്തും കൂടി ഒഴുകുന്നു. പാലാമരങ്ങൾ വളർന്നു നിന്നിരുന്ന കാട് പാലക്കാടായെന്ന് ചിലർ പറയപ്പെടുന്നു. എന്നാൽ പാലക്കാടാണ് പാലക്കാടായതെന്ന് കെ വി കൃഷ്ണയ്യർ വാദിക്കുന്നു. പാലക്കാടൻ ഭാഷ സങ്കര ഭാഷയാണ്. തനി തമിഴ് സംസാരിക്കുന്ന അതിർത്തി പ്രദേശങ്ങളും മൈലാപ്പൂർ തമിഴ് സംസാരിക്കുന്ന അഗ്രഹാരങ്ങളും ശുദ്ധ മലയാളം സംസാരിക്കുന്ന വള്ളുവനാടൻ ഗ്രാമങ്ങളും അത്രയ്ക്ക് ശുദ്ധമല്ലാത്ത മലയാളം സംസാരിക്കുന്ന പാലക്കാട്, മണ്ണാർക്കാട്, ആലത്തൂർ, ചിറ്റൂർ താലൂക്കുകളും അടങ്ങിയ ഒരു സങ്കര ഭാഷ സംസ്കാരമാണ് പാലക്കാടിൻ്റേത്. തെലുങ്ക് മാതൃഭാഷയായ നെയ്ത്തുകാർ ചിറ്റൂർ പ്രദേശത്തുണ്ട്. അട്ടപ്പാടി, പറമ്പിക്കുളം പ്രദേശങ്ങളിലെ ആദിവാസികളുടെ ഗോത്രഭാഷയും ശ്രദ്ധേയമാണ്. 2006 പാലക്കാടിന് ഏറ്റവും വലിയ ജില്ല എന്ന പദവി ലഭിച്ചിരുന്നു. എന്നാൽ എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഇടുക്കി ജില്ലയോട് ചേർത്തതോടെ 2002 പാലക്കാട് ജില്ലയ്ക്ക് 1ാം സ്ഥാനം നഷ്ടപ്പെട്ടു. ഭാരതപ്പുഴയാണ് പ്രധാന നദി. ജില്ല മുഴുവൻ ഭാരതപ്പുഴയുടെ നദീതട പ്രദേശമാണ്. കുന്തിപ്പുഴ, ദൂതപ്പുഴ, കണ്ണാടിപ്പുഴ ഇവയൊക്കെയാണ് മറ്റു നദികൾ. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ കവാടം പാലക്കാട് ജില്ലയിലെ വാളയാർ ചുരമാണ്. ഈ ചുരത്തിന്റെ സാന്നിധ്യം മൂലം കേരളത്തിലെ ഇതര ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ തമിഴ്നാട്ടിലേതുപോലുള്ള വരണ്ട കാലാവസ്ഥയാണ്. കേരള പിറവിക്ക് മുമ്പ് ഈ ജില്ല മദ്രാശി പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു. കേരളത്തിലെ പല കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളും ഈ പ്രദേശത്തുണ്ട്. കളക്ടറേറ്റ്, 5 താലൂക്കുകൾ, 156 വില്ലേജ് ഓഫീസുകൾ എന്നിവ കമ്പ്യൂട്ടറൈസ് ചെയ്തുകൊണ്ട് പാലക്കാട് ആദ്യത്തെ കടലാസില്ലാത്ത റവന്യൂ ജില്ലയായി. DC സ്യൂട്ട് സമ്പ്രദായത്തിൽ നടപ്പിലാക്കിയ രാജ്യത്തെ ആദ്യത്തെ കമ്പ്യൂട്ടറൈസ്ഡ് കളക്ടറേറ്റായി ഇത് മാറി. സംസ്ഥാനത്ത് നെല്ലുൽപാദനത്തിൽ 1ാം സ്ഥാനത്താണ് പാലക്കാട് ജില്ല. റബ്ബർ, തേങ്ങ, അടയ്ക്ക, കുരുമുളക് എന്നിവയും കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളെ പോലെ വ്യാപകമായി കൃഷി ചെയ്യുന്നു. കേരളത്തിന്റെ ഏറ്റവും പുരാതനവും സമ്പന്നവുമായ സാംസ്കാരിക പൈതൃകം പാലക്കാടിനുണ്ട്. ചെറുതും വലുതുമായ നിരവധി അമ്പലങ്ങളാലും കാവുകളാലും പ്രസിദ്ധമാണ് ഇവിടം. കരിമ്പനകളുടെ നാട് എന്നും റവന്യൂ ജില്ലകൾ കൂടുതലുള്ള ജില്ല എന്നുമുള്ള പ്രത്യേകത പാലക്കാടിന് സ്വന്തം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.